ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ രണ്ട് പുതിയ സ്മാർട്ട് ഫോൺസാണ്. മിഡ് റേഞ്ച് ഫോൺസാണിത്. സാംസങ് ഗാലക്സി J5ഉം സാംസങ് ഗാലക്സി J7ഉം 2016 വേരിയൻസ് ആണ്. J5ഉം J7ഉം ഫസ്റ്റ് അനൗൺസ് ചെയ്തത് ലാസ്റ്റ് ഇയർ ആണ്. 2015 ഫസ്റ്റ് ഇറങ്ങിയത്. ഇപ്പോൾ 2016 വേരിയൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് രണ്ടും അപ്ഗ്രേഡഡ് വേരിയൻ്റ് ആണ്. 2015 അപേക്ഷിച്ച് രണ്ടിനും കുറച്ച് അപ്ഗ്രേഡ്സ് ഉണ്ട്. J5 കുറച്ച് ചെറിയ ഫോണാണ്, 5.2 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. J7 ആണെങ്കിൽ 5.5 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൽ പ്രോസസ്സറിലും കുറച്ച് മാറ്റമുണ്ട്. J5 എന്ന് പറഞ്ഞത് സ്നാപ്ഡ്രാഗണിൻ്റെ 410 ക്വാഡ് കോ ചിപ്പ് സെറ്റാണ്. സാംസങ് ഗാലക്സി J7 വരുന്നതാണെങ്കിൽ എക്സിനോസ് ഒക്ടകോ ചിപ്പ് സെറ്റാണ്. സാംസങ്ങിൻ്റെ തന്നെ ഒക്ടകോ ചിപ്പ് സെറ്റാണ്. പിന്നെ രണ്ടിലും സൂപ്പർ AMOLED HD ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ഒരു വേറൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതിൽ ഫ്രണ്ട് ഫേസിങ് ഫ്ലാഷ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ലോ ലൈറ്റിൽ സെൽഫീസ് എല്ലാം എടുക്കാൻ വേണ്ടി ഫ്രണ്ട് ഫേസിങ് ഫ്ലാഷ് ഉണ്ട്. റിയർ ക്യാമറയ്ക്ക് മാത്രമല്ല ഫ്ലാഷ്, ഫ്രണ്ട് ഫേസിങ് ക്യാമറയ്ക്കും ഫ്ലാഷ് ഉണ്ട്. പിന്നെ ഇത് ക്യാമറ എന്ന് പറഞ്ഞാൽ 13 MP ഓട്ടോ ഫോക്കസ് ആണ്. f1.9 അപ്പർച്ചറാണ്. പിന്നെ 16 GB ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്നുണ്ട്. അൾട്രാ ഡേറ്റ സേവിങ് മോഡും ഉണ്ട്. J5 3000 mAh ബാറ്ററി ഉണ്ട്. J7 3300 ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. ഇപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫോൺ സ്പെസിഫിക്കേഷൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമ്മൾ ഫോൺ അൺബോക്സ് ചെയ്തിട്ട് അതിൻ്റെ ഇൻ്റർഫേസും ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ രണ്ട് ഫോൺസും 4G LTE കേപ്പബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 4G സിം കാർഡ് ഉണ്ടെങ്കിൽ അതിട്ട് 4G ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് J5 കുറച്ചുകൂടെ കോമ്പാക്ട് ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ J5ഉം J7ഉം കഴിഞ്ഞ വർഷം ഇറങ്ങിയപ്പോൾ പ്ലാസ്റ്റിക് ഫിനിഷിംഗ് ആയിരുന്നു. എല്ലാം പ്ലാസ്റ്റിക് ഫിനിഷിംഗ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ J5ഉം J7ഉം മെറ്റാലിക് ഫിനിഷിംഗ് ആണ്. ഇതൊരു മെറ്റാലിക് ഫ്രെയിമിനകത്താണ് പണിതിരിക്കുന്നത്. റിയർ പാനലാണെങ്കിൽ പ്ലാസ്റ്റിക് ആണ്, മാറ്റ് ഫിനിഷാണ്. ഒരു ബ്രഷ്ഡ് മെറ്റാലിക് ഫിനിഷ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ക്വാളിറ്റി കുഴപ്പമില്ല. പക്ഷേ ഡിസൈൻ പുതുമയൊന്നുമില്ല. ഇത് ടിപ്പിക്കൽ സാംസങ് ഡിസൈനാണ്, പുതുമയൊന്നും തരുന്നില്ല. പക്ഷേ ബിൽഡ് ക്വാളിറ്റി കുഴപ്പമില്ലാത്തൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. പിന്നെ ബോക്സിൽ വരുന്നത് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും വാറണ്ടി ഇൻഫർമേഷനുമാണ്. പിന്നെ ഇതിനകത്ത് USB കേബിൾ വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് USB കേബിളാണ്. പിന്നെ സ്റ്റാൻഡേർഡ് അഡാപ്റ്ററുണ്ട് ചാർജ് ചെയ്യാനായിട്ടുള്ള. പിന്നെ ഒരു ഇയർഫോൺസും വരുന്നുണ്ട്. ഇയർഫോൺസ് ക്വാളിറ്റി അത്ര വളരെ നല്ല ക്വാളിറ്റി ഇയർഫോൺസും അല്ല. ഇത് സ്റ്റാൻഡേർഡ് നമുക്ക് പറയാവുന്നത് വെരി ബേസിക് ഇയർഫോൺസാണ് ഷിപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് കുറേ ഫോൺസൊന്നും ഇപ്പോൾ ഇയർഫോൺസ് ഷിപ്പേ ചെയ്യുന്നില്ല. ബട്ട് സാംസങ് ഇയർഫോൺസ് എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് വെരി ബേസിക് ഇയർഫോൺസാണ് വരുന്നത്. ഇനി നമുക്ക് J7 ഒന്ന് നോക്കാം. J5 നമുക്ക് ഇവിടെ വെച്ചിട്ട് J7 ഒന്ന് നോക്കാം. J7 കുറച്ചുകൂടി വലിയ ഡിവൈസാണ്. 5.5 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വലിയ ഡിസ്പ്ലേ ഇഷ്ടപ്പെടുന്നവർക്ക് J7 ആയിരിക്കും താല്പര്യം. ഇതിനും സെയിം ഫിനിഷിംഗ് ആണ്, മെറ്റാലിക് കൺസ്ട്രക്ഷൻ ആണ്, ബ്രഷ്ഡ് മെറ്റാലിക് ഫിനിഷാണ് റിയർ പാനലിൽ. ഇതിൻ്റെ ക്യാമറ രണ്ടിൻ്റെയും ക്യാമറ ഓൾമോസ്റ്റ് സെയിം ആണ്. 13 MP ക്യാമറ, f1.9 അപ്പർച്ചർ, LED ഫ്ലാഷ്. ഇനി ഇവിടെ സ്പീക്കർ യൂണിറ്റ്. ഡിസൈൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടും എക്സാക്ട്ലി സെയിം ഡിസൈനാണ്, വ്യത്യാസമൊന്നുമില്ല. 4G ലേബലുണ്ട്. സ്ക്രീൻ സൈസ് മാത്രമേ മാറുന്നുള്ളൂ. പിന്നെ ഇവിടെ ഫ്രണ്ട് ഫേസിങ് LED ഫ്ലാഷ് രണ്ട് ഡിവൈസിനുണ്ട്. ഹോം ബട്ടൺ ഉണ്ട്. ഇതിലൊരു മിസ്സിങ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഓൾമോസ്റ്റ് എല്ലാ ഫോൺസിലും വരുന്നുണ്ട്. ഈ പ്രൈസ് കാറ്റഗറിയിലുള്ള എല്ലാ ഫോൺസിലും വരുന്നുണ്ട്. സാംസങ് അത് അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അത് കൂടാണ്ട് തന്നെ ഇതിൽ ആംബിയൻ ലൈറ്റ് സെൻസർ ഇല്ല. അതായത് നമ്മൾ പുറത്ത് പോകുമ്പോൾ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവത്തില്ല. നമ്മളത് മാനുവലി ചേഞ്ച് ചെയ്യണം. അപ്പോൾ ആംബിയൻ ലൈറ്റ് സെൻസർ വരുന്നില്ല. പിന്നെ J7 ബോക്സിൽ J5 പോലെ തന്നെ ഇയർഫോൺസും ചാർജറും USB കേബിളുമാണ് വരുന്നത്. പിന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും. ഇനി നമുക്ക് ഈ ഫോൺ ഇൻ്റർഫേസും നോക്കാം, ബാക്കി കാര്യങ്ങളും നോക്കാം. ഇതാണ് സാംസങ് ഗാലക്സി J7ഉം J5ഉം. നേരത്തെ പറഞ്ഞ പോലെ J7 ഒരു ഒക്ടകോ ചിപ്പ് സെറ്റാണ്, എക്സിനോസ് ഒക്ടകോ ചിപ്പ് സെറ്റാണ്. J5 ആണെങ്കിലോ സ്നാപ്ഡ്രാഗണിൻ്റെ 410 ക്വാഡ് കോ ചിപ്പ് സെറ്റാണ്. രണ്ടിലും 2 GB റാമും ഉണ്ട്, 16 GB സ്റ്റോറേജും ഉണ്ട്. ഡിസ്പ്ലേ ആണെങ്കിൽ 5.5 ആണ്, 5.2 ആണ് J5. രണ്ടും സൂപ്പർ AMOLED HD ഡിസ്പ്ലേ ആണ്. ഈ കാറ്റഗറിയിൽ ഓൾമോസ്റ്റ് എല്ലാ ഫോൺസും ഫുൾ HD ഡിസ്പ്ലേ തരുമ്പോൾ സാംസങ് HD ഡിസ്പ്ലേ ആണ് തരുന്നത്. ബട്ട് സൂപ്പർ AMOLED ആയത് കാരണം നല്ല ക്ലാരിറ്റിയും കളേഴ്സും എല്ലാം തരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കപ്പാസിറ്റി ബട്ടൺസ് ഉണ്ട്, രണ്ട് കപ്പാസിറ്റി ബട്ടൺസും ഉണ്ട്, ഹോം ബട്ടണും ഉണ്ട്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ UI എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് മാർഷ്മെല്ലോ ആണ്. സാംസങ്ങിൻ്റെ ടച്ച് ബേസ് UI ആണ്.
നല്ല പെർഫോമൻസ് ആണ് തരുന്നത്, ലാഗൊന്നുമില്ല UI ഇതിൽ ഒക്ടോകോ ചിപ്സെറ്റ് ഉള്ള J7 ആണ് ബെറ്റർ പെർഫോമിങ് ഡിവൈസ് ഇത് രണ്ടിലും. ക്യാമറ ആണെങ്കിൽ പോലും രണ്ടും ഒരു ഭേദപ്പെട്ട ക്യാമറ കാഴ്ചവെക്കുന്നുണ്ട്. വളരെ നല്ല ക്യാമറ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഒരു എബോ ആവറേജ് ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് ഫോൺസിലും 13 മെഗാ പിക്സൽ ക്യാമറയാണ്. ഫ്രണ്ട് ഫേസിങ് ക്യാമറ ആണെങ്കിൽ 5 മെഗാ പിക്സലും ഒരു LED ഫ്ലാഷും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസിൽ ഞങ്ങളുടെ അഭിപ്രായത്തിൽ സാംസങ് ഗാലക്സി J7 ആണ് ബെറ്റർ ഗെയിമിംഗ് പെർഫോമൻസ്. രണ്ടിൽ ഹീറ്റിങ്ങോ അങ്ങനത്തെ ഇഷ്യൂസോ ഒന്നുമില്ല, നല്ല ഗെയിമിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ ഇതിൽ HD ഡിസ്പ്ലേ ആയത് കാരണം അത്രയ്ക്കൊരു ഇൻറ്റൻസ് ഗെയിമിങ്ങിനോ അല്ലെങ്കിൽ ഒരു ഹൈ എൻഡ് ഗെയിമിംഗ് പെർഫോമൻസ് തരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഡിസ്പ്ലേ ക്വാളിറ്റി ഫുൾ HD ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭേദപ്പെട്ട പെർഫോമൻസ് തന്നേനെ. ബട്ട് സ്റ്റിൽ ഇത് നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നു. ഇതായിരുന്നു സാംസങ് ഗാലക്സി J7 J5 അൺബോക്സിങ്. സോ ഓവറോൾ ഈ ഫോൺസ് കുറച്ച് പ്രൈസ് കൂടുതലാണ്, കോമ്പറ്റീഷനെ അപേക്ഷിച്ച് കുറച്ച് ഓവർ പ്രൈസ് ആണെങ്കിൽ എന്ന് പറയാൻ വേണമെങ്കിൽ. പക്ഷേ സാംസങ് തന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ല മിഡ് റേഞ്ച് ഫോണാണ്. സാംസങ് ഗാലക്സി J7 പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 16,000 രൂപയാണ്, 16,000 ആണ്. സാംസങ് ഗാലക്സി J5 ആണെങ്കിലോ 14,000 ആണ്, 14,000. അപ്പോൾ ഇത് രണ്ടും അവൈലബിൾ ആയിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് വഴി മാത്രമേ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഓഫ്ലൈൻ സ്റ്റോഴ്സിൽ അല്ലെങ്കിൽ കടകളിൽ ലഭ്യമല്ല. ഇതിപ്പോൾ ഓൺലൈൻ ഓൺലി ഫോണാണ്. അപ്പോൾ രണ്ടും ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ഫോൺസും വാല്യൂ ഫോർ മണിയല്ല, ബട്ട് പെർഫോമിംഗ് ഡിവൈസസ് ആണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് നിങ്ങൾ കുറേ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഫോൺസ് എടുക്കാതിരിക്കുന്നതല്ല. കാരണം ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇല്ല, ഫുൾ HD ഡിസ്പ്ലേ ഇല്ല, പിന്നെ ആംബിയൻ ലൈറ്റ് സെൻസർ ഇല്ല. അപ്പം അങ്ങനെ കുറേ പോരായ്മകളുണ്ട്. ബട്ട് ഓവറോൾ ഒരു ഡീസൻറ്റ് ഫോൺ എന്ന് പറയാം, അല്ലാണ്ട് ഭയങ്കര വാല്യൂ ഫോർ മണി ഡിവൈസാണ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി J7 അൺബോക്സിങ്ങും സാംസങ് ഗാലക്സി J5 അൺബോക്സിങ്ങും. കൂടാണ്ട് നമ്മൾ അതിൻ്റെ ഡിവൈസിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ബട്ടണും ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.